കേന്ദ്രീകരിച്ചുള്ള ഷെല്ലാക്രമണം അത് കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ ശക്തമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇന്നും തുടരുന്നത്. ഏറ്റവും ഒടുവിലെ ഒരു വാർത്തയുള്ളത് ജയ്സാൽമീറിലും ബ്ലാക്ക് ഔട്ടായി എന്നുള്ളതാണ്. അമൃത്സറിലും ജയ്സാൽമീറിലും ജമ്മുവിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് രാത്രി 9 മണി മുതൽ നാളെ പുലർച്ചെ 4 മണി വരെ ബ്ലാക്ക് ഔട്ട് ആയിരിക്കും എന്നുള്ളതാണ്. പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ച് ഇരുട്ടിലായിരിക്കും ഈ മേഖല ഉണ്ടാവുക. സ്വാഭാവികമായും ഇന്ന് രാത്രിയും ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇനിയും ആക്രമണം പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വീണ്ടും ഇപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട് സംവിധാനത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. അതായത് ഈ രാത്രി തന്നെ ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നുള്ളൊരു അറിയിപ്പ് അല്ലേ? പൂർണ്ണമായും സജ്ജമാണ് ഇന്ത്യൻ സൈന്യം. അത് നേരത്തെ തന്നെ പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഉള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാഹചര്യം കുറെ കൂടി ശക്തമായ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ഒരു കരമാർഗമുള്ള ആക്രമണം എന്നതിനപ്പുറത്തേക്ക് വ്യോമമാർഗമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു. മിസൈലുകൾ തൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡ്രോൺ കൊണ്ടുവരുന്ന തരത്തിലേക്ക്, ഡ്രോണുകൾ അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ടിൽ മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. പൂർണ്ണമായി ഇരുട്ടിൽ വരുന്ന മിസൈലുകളെയും അതോടൊപ്പം തന്നെ മറ്റ് ഡ്രോണുകളെ ഉൾപ്പെടെ വെടിവെച്ചിടാൻ കഴിയുന്ന സാഹചര്യം അപ്പോൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷെല്ലാക്രമണം വിവിധ മേഖലകളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കുപ്വാരയിൽ ഒരു സ്ഫോടന ശബ്ദമുണ്ടായി എന്നുള്ള വാർത്തകളുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ മിസൈലുകൾ തകർക്കുന്ന ആ തരത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്ഫോടനം ഉണ്ടായെന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായ വാർത്തകൾ വരുന്നു. യുദ്ധവിമാനം തകർത്തിരിക്കുന്നു. പാകിസ്ഥാനിന്റെ F-16 എന്ന യുദ്ധവിമാനം തകർത്തിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പാകിസ്ഥാന്റെ F-16 എന്ന യുദ്ധവിമാനം ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള വ്യോമമാർഗമുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു. അതിനെ ശക്തമായി എതിർക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 8 മിസൈലുകൾ ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ F-16 എന്ന പാകിസ്ഥാന്റെ വിമാനം തകർത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. അതായത് ഈ രാത്രിയിൽ വ്യോമമാർഗമുള്ള ആക്രമണം പാകിസ്ഥാൻ കനപ്പിക്കുന്നു. കടുത്ത ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരും അതോടൊപ്പം തന്നെ പഞ്ചാബും രാജസ്ഥാനും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഉള്ളൊരു പ്രകോപനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതിനുള്ള ശക്തമായ തിരിച്ചടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. പാകിസ്ഥാന്റെ യുദ്ധവിമാനം F-16 എന്ന യുദ്ധവിമാനം തകർത്തിരിക്കുന്നു, അത് വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 8 മിസൈലുകൾ തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം തകർത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പാകിസ്ഥാൻ വ്യോമമാർഗം കടുത്ത ആക്രമണം ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. കടുത്ത ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് വ്യോമമാർഗം മിസൈലുകളും ഡ്രോണുകളും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ ശക്തമായ വാർത്തകൾ പുറത്തു വരുന്നു. കൂടുതൽ വിമാനങ്ങൾ തകർത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം F-16 തകർത്തു ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെല്ലാം ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് ഇന്ത്യ. ലിജോ, തുടരുക. 3 വിമാനങ്ങൾ പാകിസ്ഥാൻ F-16 വിഭാഗത്തിൽപ്പെട്ട 3 വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വ്യോമാക്രമണത്തിന് തയ്യാറെടുത്ത് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതിനെ പൂർണ്ണമായും തകർക്കാൻ പ്രതിരോധ സംവിധാനം കൊണ്ട്, പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ അതിർത്തി കാക്കുന്ന, ഇന്ത്യൻ വ്യോമാതിർത്തി പൂർണ്ണമായും കാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിന്റെ തെളിവുകൾ ദൃശ്യസഹിതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു.
നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിസൈലുകളും ഡ്രോണുകളും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് വലിയൊരു പ്രകോപനം ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത് പൂർണ്ണമായും തകർക്കാൻ അതിനെ എതിരിടാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിലുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചാബിലെ അമൃത്സറിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മുവിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്. അവിടെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സംശയം ഇന്ത്യൻ സൈന്യത്തിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പൂർണ്ണമായ ബ്ലാക്ക് ഔട്ടാണ് ഈ ഘട്ടത്തിലുള്ളത്. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ് F-16. അത് ഇപ്പോൾ തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 എന്ന മിസൈൽ വേദ പ്രതിരോധം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന മിസൈലുകൾ തകർത്തത്. ഇപ്പോൾ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകൾ വളരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് വലിയ തരത്തിൽ ഉദ്ധംപൂരിലും ജമ്മുവിലും അഖ്നൂരിലും പത്താൻകോട്ടിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ അതല്ലെങ്കിൽ ഈ രാത്രിയിൽ വ്യോമമാർഗമുള്ള യുദ്ധം കടുപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ജെറ്റ് വിമാനമോ അതായത് പോർ വിമാനമോ ഇന്ത്യക്കകത്തേക്ക് പ്രവേശിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാനോ നിലവിൽ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. F-16 JF-17 വിമാനങ്ങളും തകർത്തു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 3 വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇന്ന് ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. ആ തരത്തിൽ ഷെല്ലാക്രമണം ഒരു മേഖലയിൽ വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നു, മറുവശത്ത് വ്യോമമാർഗമുള്ള ആക്രമണം നടത്തുന്നു. അങ്ങനെ രണ്ട് മേഖലയിലും ഒരു സംഘടിതമായ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അതിനൊരു പ്രതിരോധം തീർത്തുകൊണ്ട് അതിനെ തകർക്കാൻ അതിന്റെ മുനയൊടിക്കാൻ ഇപ്പോൾ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ ആക്രമണം, നിരവധി മിസൈലുകളും F-16 വിമാനങ്ങളും ഇന്ത്യ തകർത്തു. രാജ്യത്തിന്റെ സുദർശന കവചമാണ് രാജ്യത്തിന് പ്രതിരോധം ഒരുക്കിക്കൊണ്ട് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ മുൻനിരയിലുള്ളത്. സൈന്യം ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള മിസൈലുകളാണ്. നിരവധി മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ യുദ്ധവിമാനമടക്കം ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഈ അതിരൂക്ഷ സങ്കീർണമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ലിജോ വിവിധയിടങ്ങളിൽ ഇപ്പോൾ കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിട്ടുണ്ട്. പഞ്ചാബ് അതിർത്തിയിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷനുകൾ എങ്ങനെയാണ്? ഈ പ്രതിരോധത്തിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ അത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കുന്ന വിവരം അനുസരിച്ച് F-16 അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം തകർത്തു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ അതായത് ഈ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായും ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി ഒരു ഇടപെടൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജയ്സാൽമീർ അടക്കമുള്ള മേഖലകളിൽ ഇന്ന് 9 മണി മുതൽ നാളെ പുലർച്ചെ 4 മണി വരെ ഇപ്പോൾ വൈദ്യുതി ഉണ്ടാവില്ല, വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസിന്റെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകുന്നത് കാണാം. വളരെ ശക്തമായ ആക്രമണം ഉണ്ടാകും, ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വിവിധ അതിർത്തി മേഖലകളിലുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയും നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തരത്തിൽ ഇന്ന് രാത്രിയിൽ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ അതിർത്തി മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു വലിയ ആക്രമണത്തിലേക്ക് പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പകലുണ്ടായ പല മേഖലകളിലും ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം എന്ന നിലക്കുള്ള പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി മറ്റ് നേതാക്കളുമായി
വന്നിരുന്ന അവർ ചേർന്ന് നടത്തിയ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമാണ് വൈകുന്നേരത്തോടുകൂടി സന്ധ്യ ആകുമ്പോഴേക്കും രാത്രിയിൽ ഇപ്പോൾ മിസൈലും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും വന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് കൃത്യമായി ഇന്ത്യ ഏതായാലും പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത്. പല ജമ്മുവിലും അഖ്നൂരിലും ആണ് ഇപ്പോൾ ഈ മിസൈലുകൾ വന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. ജയ്സാൽമീറിൽ പൂർണ്ണമായി ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് ആണ്. അവിടെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 50ഓളം ഡ്രോണുകൾ തകർത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. F-16 യുദ്ധവിമാനവും അതോടൊപ്പം തന്നെ JF-17 യുദ്ധവിമാനങ്ങളും തകർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്